തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചയാണ്. ഈ നിയോജകമണ്ഡലത്തെ ജനങ്ങളെ സാക്ഷി നിർത്തി ഒരു കാര്യം കൂടി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ അറിയിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളിവിടെ 15,000 വോട്ടല്ലേ തോറ്റത് അല്ലേ? 15,000 വോട്ടിനാണ് തോറ്റത്. ഈ തെരഞ്ഞെടുപ്പ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ, UDFന്റെ ഭൂരിപക്ഷം കിട്ടിയാൽ, ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ നിങ്ങൾക്കെതിരായി വിധി എഴുതിയതാണ് എന്ന് തുറന്ന് സമ്മതിക്കാൻ മന്ത്രി KT ജലീൽ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിയായി ചോദിക്കുകയാണ്. പൊന്നാനി പാർലമെന്റിൽ ഞങ്ങൾ ജയിച്ചാൽ നിങ്ങളത് പറയോ എന്നൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. കാരണം എന്താ, പൊന്നാനി പാർലമെന്റ് നമ്മളെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷെ ഇവിടെ 15,000 വോട്ട് നമ്മൾ തോറ്റതാണല്ലോ. ഇവിടെ നമുക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ, നമ്മൾക്ക് ലീഡ് കിട്ടിയാൽ വേണ്ട, ജലീലിന് വേണമെങ്കിൽ ഔദാര്യം കൂടി കൊടുക്കാം. നിങ്ങൾ പറഞ്ഞൊരു ലീഡ് UDFന് അടുത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിൽ നിന്ന് ഇത്ര വോട്ട് ഭൂരിപക്ഷം കിട്ടിയാൽ ഞാൻ ജനങ്ങളുടെ ജനവിധി അംഗീകരിക്കാൻ തയ്യാറാണ്, ഞാൻ വനവാസത്തിന് പോകാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള ആർജവമുണ്ടോ എന്ന് ഈ ചെറുപ്പക്കാരെ സാക്ഷി ചോദിക്കണം. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ നഷ്ടമായ ഈ മണ്ഡലം ഞങ്ങൾ തിരിച്ചു പിടിക്കും. അടുത്ത നിയമസഭയെ വരെ ഒന്നും കാത്തു നിൽക്കണ്ട. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം, തവനൂർ മണ്ഡലം UDFന് ഭൂരിപക്ഷം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾ 3 സീറ്റ് പോകുമെന്നല്ലേ നിങ്ങളിപ്പോ പേടിക്കുന്നത്? ആലത്തൂരൊക്കെ എന്താ സ്ഥിതി? രമ്യ ഹരിദാസ് സ്ഥാനാർത്ഥിയായതോടുകൂടി UDFന് ഉറച്ച സീറ്റുകളിൽ ഒന്നായി ആലത്തൂർ UDFന്റെ ഉരുക്കുകോട്ടയായി മാറിയിരിക്കുന്നു എന്ന വാർത്തകളല്ലേ നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടല്ലേ വിജയരാഘവന്റെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ചില സൂക്കേടുകളൊക്കെ തുടങ്ങിയത്. അശ്ലീലം പറയാ, അപമാനിക്കുക, ആരല്ലെങ്കിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യുക. ഈ രാജ്യത്തെ ഏത് ജനവിഭാഗങ്ങളാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യുക? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെയാ സ്ഥാനാർത്ഥിയാക്കിയത്? ഈ മണ്ഡലത്തിലെ സഖാക്കൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇവിടെ പറഞ്ഞില്ലേ സ്വാഗത പ്രസംഗത്തിൽ ജലീൽ, എന്താണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റിയായി നിങ്ങൾ കണ്ടത്? ഞാൻ പറയട്ടെ, CPM-കാർ അവർക്കറിയാം, മുമ്പ് CPM-കാർ സ്വതന്ത്രന്മാരെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്. ആരെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്? ഓർമ്മയില്ലേ? വിദ്യാഭ്യാസ വികസനായ ജോസഫ് മുണ്ടശ്ശേരി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിരുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. നിങ്ങൾക്കറിയില്ലേ, PR കൃഷ്ണയ്യർ, നിയമത്തിൽ വിദഗ്ധനായ PR കൃഷ്ണയ്യരെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്, മന്ത്രിയാക്കിയിട്ടുണ്ട്. ഡോക്ടർ AR മേനോൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയിട്ടുണ്ട്, ആരോഗ്യ വകുപ്പിന്റെ ചുമതല കൊടുത്തിട്ടുണ്ട്. ഇടതുപക്ഷം ഇത് ആദ്യമായിട്ടല്ല സ്വതന്ത്രന്മാരെ നിർത്തുന്നത്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെയാണ് സ്വതന്ത്രന്മാരാക്കി നിർത്തിയത്. എന്നാൽ ഇപ്പോഴോ ആരെയാ സ്ഥാനാർത്ഥിയാക്കുന്നത്? കയ്യേറ്റക്കാരൻ അല്ലേ?